ഇപ്പോൾ ഈ അടുത്ത് വന്ന വാർത്ത ഈ കോലുകൊണ്ട് ചിക്കൻ കറി ചോദിച്ചതിൻ്റെ പേരിൽ മാതാവ് കുട്ടിയെ ഈ ചപ്പാത്തി കോലുകൊണ്ട് ഒരൊറ്റടി. അതിനോടെ സംഭവം നമുക്കറിയാവുന്നതാണ്, ന്യൂസൊക്കെ നമ്മൾ കേൾക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളെ തല്ലാറ്, പലരും കുട്ടികളെ തല്ലാറ് അവരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ്. അവരുടെ ആ ദേഷ്യം, ആ സമയത്തുള്ള പ്രഷറും തീർക്കാൻ വേണ്ടിയാണ് കുട്ടികളെ അടിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ കുട്ടികളെ അടിക്കേണ്ടത് അവരോട് എന്തെങ്കിലും നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യും. തീർച്ചയായും കുട്ടികൾ ചിലപ്പോൾ വികൃതി ഉണ്ടാവും. ചില കുട്ടികൾക്ക് നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പലതും ചെയ്യും, പലതും പറയും ചിലപ്പോൾ. എന്നാൽ നമ്മൾ അവിടെ സ്വീകരിക്കേണ്ട നിലപാട് എന്നത് നമ്മൾ വളരെ ലോലമായി അവരെ ചെറിയ രീതിയിൽ ശിക്ഷിക്കുക. എന്തെങ്കിലും ഒന്ന് ചൊട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് മുട്ടിൻ്റെ താഴെ ചെറിയ രീതിയിൽ തൊലി പൊട്ടാത്ത രീതിയിൽ, അതായത് ടൂത്ത് ബ്രഷ് കൊണ്ടൊക്കെ അടിക്കുന്ന പോലെ ചെറിയ വിറക്കാലെടുത്തിട്ട് അടിക്കുക, ചെറിയ രീതിയിൽ അടിക്കുക. നമ്മൾ അടിച്ചല്ലോ എന്നുള്ള സങ്കടം. കാരണം നമ്മൾ സാധാരണ ചെറിയ വികൃതിക്ക് അടിക്കാനും പാടില്ല. ചെറിയ വികൃതികൾ, ഭയങ്കരമായ വികൃതികൾ കാണിക്കുമ്പോൾ ചെറിയ രീതിയിൽ അവരടിക്കുക. അങ്ങനെ ചില ആളുകൾ തല്ലുന്ന തന്നെ കുട്ടിയുടെ ദേഷ്യം തീർക്കാൻ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി തല്ലുന്ന പല കുട്ടികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, പല മാതാക്കളെയും. എന്ത് കാരണം അവരുടെ മറ്റു ഏട്ടൻ്റെയോ അനിയൻ്റെയോ ഭാര്യമാർ തമ്മിൽ എന്തെങ്കിലും ഒരു കുട്ടികളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തൻ്റെ കുട്ടിയെ അതിശക്തമായി പ്രഹരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ ദേഷ്യം തീർക്കാനും, നമ്മുടെ വൈരാഗ്യം കാണിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ കരുത്ത് കാണിക്കാനും, അങ്ങനെയുള്ള രീതിയിൽ പല വീട്ടിൽ നമ്മൾ കാണാറുണ്ട് കുട്ടികളെ ഭയങ്കരമായി അടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അത് കുറച്ച് വലിയ കുട്ടികളെ പോലും ഭയങ്കരമായി അടിക്കുന്ന വീഡിയോ നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെ ദേഷ്യം തീർക്കാനോ, നമ്മളെ കോപത്തെ അങ്ങ് അടിച്ചു തീർക്കാനോ, നമ്മളെ ശക്തി കാണിക്കാനോ വേണ്ടിയെല്ലാം ആ കുട്ടികളെ അടിക്കരുത്. മറിച്ച് അവർ നന്നാകണമെന്ന ഉദ്ദേശത്തോടെ നിങ്ങൾ അടിക്കുന്നെങ്കിൽ വളരെ ലോലമായ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ, തൊലി പൊട്ടാതെ, വലിയ പരിക്കുകൾ ഏൽക്കാത്ത രീതിയിൽ. നമുക്കറിയാം ഒരു ശരീരത്തിന് ഒരുപാട് മർമ്മമായ ഭാഗങ്ങളുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 or 18 കാര്യമായ മർമ്മങ്ങളുണ്ട് ശരീരത്തിൽ. അപ്പോൾ നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി പുരോഗതിയിലാണ്, എല്ലാ കാര്യവും നമുക്കറിയാം. പക്ഷേ ചില സമയത്ത് ആ ദേഷ്യം വരുമ്പോൾ നമുക്ക് പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ എവിടെയെങ്കിലും അടിച്ചു പോയി, എവിടെയെങ്കിലും നല്ല മർമ്മത്ത് പറ്റിപ്പോയാൽ കുട്ടി അതിലൂടെ മരണപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ രീതിയിൽ അവരെ പ്രഹരിക്കുക, വലിയ രീതിയിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്ത്, ശീലിപ്പിച്ച്, പറഞ്ഞു കൊടുത്ത്, വീണ്ടും ഇപ്പോൾ നിസ്കരിക്കുന്നിടത്ത് പോലും 7 വയസ്സ് വരെ അവരെ കൽപ്പിക്കുകയും 10 വയസ്സ് 7 വയസ്സ് വരെ അവർ നമസ്കരിക്കാൻ അവരെ കൽപ്പിക്കണം. 10 വയസ്സായി അവർ അടിക്കാൻ നടത്തി പറഞ്ഞെടുത്ത് പോലും പണ്ഡിതന്മാർ പറഞ്ഞ് നമുക്കറിയാം നിസ്കാരത്തിൻ്റെ പ്രാധാന്യം എത്രയാണ്. അവിടെ പോലും പറഞ്ഞത് ചെറിയ രീതിയിൽ ടൂത്ത് ബ്രഷ് കൊണ്ട് അടിക്കുന്ന പോലെ ചെറിയ രീതിയിലുള്ള അടികളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അല്ലാതെ വലിയ രീതിയിൽ നമ്മൾ ദേഷ്യം തീർക്കാൻ വേണ്ടി, നമ്മളെ കോപം തീർക്കാൻ വേണ്ടി, നമ്മളെ ശക്തി കാണിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മളെ കുട്ടികളെ അടിക്കരുതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്.